ഒരു വശത്ത് അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പണം വാരിക്കൂട്ടുന്നു, പക്ഷേ വൻ നഷ്ടം അവർക്കുണ്ടാകും, സംശയമില്ല. മറുവശത്ത് ഇറാൻ വലിയ നഷ്ടത്തിലാണ്. അതായത് നമുക്കറിയാം, ഇറാൻ്റെ കപ്പലുകൾക്കൊന്നും ഹോർമുസിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല. അവർക്ക് വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. എണ്ണ പുറം രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പശ്ചാത്തലമില്ല ഇപ്പോൾ. അത് വലിയൊരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് $500 കോടി നഷ്ടം, 45,000 കോടി രൂപയുടെ നഷ്ടം ഈ ഉപരോധം വന്നതിന് ശേഷം ഇറാന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതായത് തങ്ങളുടെ ഉപരോധം വലിയ വിജയമാണ് എന്നും ആ രാജ്യത്തെ തകർക്കാൻ എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി അത് വിജയത്തിലേക്ക് പോകുന്നു എന്നുമാണ് അമേരിക്ക പറയുന്നത്. 5.3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റിയ 31 എണ്ണക്കപ്പലുകൾ US-ന്റെ കടലുപരോധം മൂലം ഒമാൻ കടലിടുക്ക് കടക്കാനാവാത്ത കുടുങ്ങിക്കിടക്കുകയാണ്. ആ പറഞ്ഞ എണ്ണയുടെ മൂല്യമാണ് ഈ 45,000 കോടി. ഒപ്പം 40 കപ്പലുകളെ ഇതിനകം തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട, ഇറാനിലേക്ക് വന്ന അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പുറപ്പെട്ട 40ഓളം കപ്പലുകളെ അമേരിക്ക ഇതിനകം തടഞ്ഞ് തിരിച്ചുവിടുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. അങ്ങനെ ഇറാനിൽ എണ്ണ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അത് ഇപ്പോൾ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നേരത്തെ കേടായി കിടന്ന കപ്പലുകളുടെ ഈ ടാങ്കറുകളിലൊക്കെ എണ്ണകൾ ഇപ്പോൾ നിറയ്ക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റൊരു വിലയിരുത്തൽ വരുന്നത് അവരുടെ കടൽ കൂടി അല്ല എങ്കിൽ പോലും കരയിൽ കൂടി എണ്ണ കയറ്റുമതിക്കുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ്. വിനോദ്, ഇറാൻ്റെ മേൽ ചുമത്തിയ ഈ ഉപരോധം അത് ആ രാജ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും ഇതൊരു അമേരിക്കയുടെ തന്ത്രമാണ്. ആ തരത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ കരാറിൽ ഏർപ്പെടുത്തുക എന്നുള്ളത്. അതിൽ വിജയിക്കുന്നു എന്നാണോ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? രഞ്ജിത്ത്, ഉപരോധം അമേരിക്ക ഉദ്ദേശിച്ച തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഏതാണ്ട് 45,000 കോടി രൂപയാണ് ഈ ഉപരോധം ആരംഭിച്ച് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി ഇറാൻ കപ്പലുകൾ കടത്തിവിടാതായതോടുകൂടി ഏതാണ്ട് ഒരു മാസം പിന്നിടുന്ന ഒരു സമയം കഴിയുമ്പോൾ തന്നെ 45,000 കോടി രൂപയുടെ $500 കോടി ഒരു നഷ്ടം കൃത്യമായി ഇറാന് സംഭവിക്കുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല 5.5 ലക്ഷം കോടി ബാരൽ കയറ്റിയ 31 ഇറാൻ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ കടന്നു പോകാനാകാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. 40ഓളം കപ്പലുകളെ അമേരിക്ക തിരിച്ചയക്കുകയും ചെയ്തു. 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ഒരു ലാഭക്കച്ചവടമായി ട്രംപ് അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കുന്നതും. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിപ്പോൾ ചില ഷാഡോ ഫ്ലീറ്റ് അങ്ങനെയുള്ള കപ്പലുകൾ അല്ലെങ്കിൽ ഒളിച്ചു കിടക്കുന്ന കപ്പലുകളുണ്ട്. അത് അവർ ഒരു മാർഗം പ്രയോഗിക്കുന്നത് പാകിസ്ഥാൻ തീരത്ത് എത്തിച്ച് പിന്നീട് ഇന്ത്യൻ തീരം വഴി ചൈനയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അങ്ങനെ ചില കപ്പലുകൾ ഇതിനകം തന്നെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ഇറാൻ ചൈനയിലേക്ക് അയച്ചിട്ടുണ്ട്. മറ്റു ചില രാജ്യങ്ങളിലേക്കും അങ്ങനെ ഇറാൻ്റെ ചില കപ്പലുകൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് പരിഹാരമാകുന്നില്ല. ഏതാണ്ട് ലോകത്തിനാവശ്യമായ എണ്ണ കയറ്റുമതിയുടെ 20% അല്ലെങ്കിൽ 1/5 കടന്നു പോകുന്നത് ഹോർമുസ് വഴിയാണ്. അത് അടഞ്ഞതോടുകൂടി ഇറാൻ വല്ലാത്ത തോതിൽ അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്നു എന്നത് വ്യക്തമാണ്. മറ്റൊരു മാർഗം അവർക്ക് മുന്നിലുള്ളത് ഈ റഷ്യയിലേക്ക് കരമാർഗം മറ്റൊരു അതിർത്തി വഴി അല്ലെങ്കിൽ അവർക്ക് കാസ്പിയൻ കടൽ വഴിയൊക്കെ തന്നെ കപ്പലുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാസ്പിയൻ്റെ ഒരു വശത്ത് ഇറാനും മറുവശത്ത് റഷ്യയുമാണ്. റഷ്യയുമായി വളരെ അടുത്ത വാണിജ്യ ബന്ധമാണ് ഇറാൻ പുലർത്തുന്നത്. ഭക്ഷ്യവസ്തുക്കളടക്കം ഒരുപക്ഷെ യുദ്ധം രൂക്ഷമായാൽ അവിടേക്ക് കാസ്പിയൻ വഴി കൃത്യമായി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അവിടെ വലിയ മദർഷിപ്പുകൾ കടന്നു പോകുന്ന തരത്തിൽ ആഴമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അവിടേക്ക് കപ്പലുകൾ അയക്കാൻ കഴിയും. ഇന്ധനം റഷ്യയിലെത്തിക്കുകയും ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വളഞ്ഞ വഴിയിലൂടെ അവർക്ക് വേണമെങ്കിൽ ഈ എണ്ണ വ്യാപാരം നടത്താം. പക്ഷേ അവിടെയും ഭൂമിശാസ്ത്രപരമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഖാർഗ് ദ്വീപ് നിൽക്കുന്നതിന് നേരെ എതിർവശത്താണ് കാസ്പിയൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം എങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകും? അത് ഇറാൻ്റെ റോഡ് മാർഗം കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറാൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്കൻ വ്യോമസേന റോഡുകൾ പരിപൂർണമായി തകർത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ട്രക്കുകളൊക്കെ തന്നെ കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഖാർഗ് ദ്വീപും കാസ്പിയനും ഇരുവശത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എണ്ണ ഉൽപ്പന്നങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുക എന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. അതാണ് നമുക്ക് മറ്റൊരു ആശ്വാസകരമായ വാർത്ത വരുന്നത്. ഈ പ്രതിസന്ധികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും അമേരിക്കയും ഇറാനുമൊക്കെ പരസ്പരം വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.